നമസ്കാരം. ഇസ്രായേലിലെ ജെറുസലേമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 22 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ചുമാണ് കൊല്ലപ്പെട്ടത്. നഗരത്തിലെ റമോട്ട് ജംഗ്ഷനിലെ ഒരു ബസ്സിലേക്ക് തീവ്രവാദികൾ അതിക്രമിച്ച് വെടിവെക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് 4 പേർ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഈ സംഭവത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഇടുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേരുകയാണ്. ഗാസ പിടിച്ചടക്കാനും ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും വേണ്ടിയുള്ള നടപടികൾ ഇസ്രായേൽ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദ സംഘടന ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹൂതി മുനർക്കുമൊക്കെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി മുജാഹിദ് സംഘടനകൾ ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അക്രമികളിൽ 2 പേരെ അപ്പോൾ തന്നെ സുരക്ഷാ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മറ്റുള്ള തീവ്രവാദികൾക്കായി തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പോലെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇസ്രായേൽ അധികൃതരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ സൈന്യം ആക്രമണം നടന്ന മേഖലയാകെ വളഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി വിദഗ്ധ സംഘം അവിടെ എത്തുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. എത്രയും വേഗം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് ഇസ്രായേൽ അധികൃതർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള പല ഹൈവേകളും ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഒരു കാരണവശാലും ജെറുസലേമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. കാരണം അവർ ഹമാസിനെ കീഴടക്കാനുള്ള ഏറ്റവും അവസാന ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് തീവ്രവാദികൾ തങ്ങൾക്ക് വീണ്ടും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കരുതുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ആക്രമണം ഉണ്ടായ ബസ്സിനുള്ളിലെ ഡോറുകൾ തുറക്കാൻ പറ്റാത്ത രീതിയിൽ തീവ്രവാദികൾ ജാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനവും വൈകിയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ തോതിലുള്ള സുരക്ഷാ സന്നാഹം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിന് മുന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ.